നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പശ്ചാത്തപിക്കുമ്പോഴാണ് കണ്ടില്ലേ എന്റെ ഭാര്യ എനിക്കെതിരെ കരുതി വെച്ച ആയുധങ്ങൾ, കേട്ടില്ലേ എന്റെ കുട്ടികളുടെ മനസ്സ് തുറന്നപ്പോ പുറത്തേക്ക് വന്ന വിഷം വമിക്കുന്ന പ്രഭാഷണങ്ങൾ. ഇതിനപ്പുറം ഒരാളുടെ ജീവിത വിജയത്തിന് വേറെന്ത് തെളിവാണ് വേണ്ടത്? ജയിച്ചു, വിശ്വനാഥൻ ജയിച്ചു. വിശ്വത്തിന്റെ മുഴുവൻ നാഥനായ വിശ്വനാഥൻ സ്വന്തം കുടുംബത്തിൽ അതിഗംഭീരമായി ജയിച്ചു. ഏട്ടാ, എന്തിനാ ഇത്രയും ക്ഷമ? ഏട്ടനെന്താ പറ്റിയേ? തീർത്ഥാടനം മാണിക്യമംഗലത്ത് വിശ്വനാഥന്റെ ആത്മവീര്യം കെടുത്തിക്കളഞ്ഞോ? അതോ ഏട്ടനെ അഭിനയിക്കുകയാണ്? അഭിനയിക്കല്ലടാ, ജീവിക്കുകയാണ്. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊപ്പം എൻ്റെ ശത്രുക്കളുണ്ടാവില്ല. എന്നേക്കുമായി എല്ലാത്തിനെയും ഞാൻ അവസാനിപ്പിക്കും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആ സ്വത്തുക്കളെങ്ങനെ എഴുതി വാങ്ങണം. എൻ്റെ വിയർപ്പിൻ്റെ മണമുള്ള, എൻ്റെ സ്വപ്നങ്ങളുടെ നിറമുള്ള, എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയായ ആ സ്വത്തുക്കൾ ഞാൻ എങ്ങനെയാണ് അന്യാധീനപ്പെടുത്തുക? മരിച്ചാൽ പോലും പിന്നെ എനിക്ക് മോശം കിട്ടുമോ? ഏട്ടനിപ്പം ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ചല്ല, ജീവിതത്തെക്കുറിച്ചാ. അജയേട്ടൻ പറഞ്ഞതുപോലെ തീർത്ഥാടനം ഏട്ടനെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. എന്തു പറയുമ്പോഴും ഒടുക്കം വന്ന് നിൽക്കുന്നത് ആത്മീയതയല്ല. അത് വേണ്ട ഏട്ടാ. അതുകൊണ്ട് നമുക്കൊരു നേട്ടം ഉണ്ടാവില്ല. വരട്ട് തത്വശാസ്ത്രം പറഞ്ഞതുകൊണ്ട് ജീവിക്കാനാവില്ല.